ഇതൊക്കെ ഞങ്ങളുടെ കാലത്തൊന്നും ഇല്ലായിരുന്നു. വഴക്കിലാണ്. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ ഇന്ന് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മൾ തൊടുപുഴയ്ക്കാണ് ഗൈസ് പോകുന്നത്. തൊടുപുഴയിൽ പോയി കുറച്ച് ചില്ലറ കാര്യങ്ങൾ വാങ്ങിച്ചിട്ട് വരും. പോകേണ്ട നമ്മൾ എന്തൊക്കെയോ കുറെ വാങ്ങിച്ചു കൂട്ടാൻ പോകുന്നത് തോന്നും. പക്ഷേ അല്ല, നമ്മൾ ഒന്നും വാങ്ങിക്കുന്നില്ല. ആക്ച്വലി കുറച്ച് ജൂൺ 1 എന്തായാലും ക്ലാസ് ഒക്കെ നാളെ തുടങ്ങണല്ലേ. ഐശ്വര്യപൂർവ്വം നമുക്ക് തുടക്കം കുറിക്കാം. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൂട്ടാം. ഒരു പേരും പെൻസിലൊക്കെ വാങ്ങിട്ട് നമുക്ക് വരാം. അതും ഒരു ഷോപ്പിംഗ് തന്നെയാണല്ലോ. അപ്പൊ വി ആർ ഓൺ ദി വേ റൈറ്റ് നൗ ആൻഡ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എന്തൊരു ബ്ലോക്കാണ് ഈ പരട്ട സ്ഥലത്ത്. ഇവിടുത്തെ പാർക്കിംഗ് ഈസ് സോ മെസ്ഡ് അപ്പ്. അവർക്ക് തന്നെ ഐഡിയ ഇല്ല ഇത് കൂടെ കയറണം ഇത് കൂടെ ഇറങ്ങണം എന്ന്. സോ ഇവിടെ ഒരു വലിയ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ്. കുറച്ചു മുന്നേ ഇവിടെ നല്ല ബ്ലോക്കായിരുന്നു. അമ്മ വന്ന് പെട്ടു. എന്നിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഇവിടെ അടുത്തുള്ളൊരു കടയിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുകയാണ്. ഏതോ ഒരു കടയാണ്, അടച്ചിട്ടേക്കുമാണ്. സോ ക്രിസ്റ്റലിൽ സ്ഥലമില്ല വണ്ടിക്കിടാൻ. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു കടയുടെ ഫ്രണ്ട്, അടച്ചിട്ട കടയുടെ ഫ്രണ്ടിൽ പോയി ഇട്ടിട്ടാണ് ഇവിടെ കൊണ്ട് ക്രിസ്റ്റലിലേക്ക് പോകുന്നത്. പിന്നെ ഇപ്പൊ നമ്മുടെ ഷോപ്പിംഗ് അവിടം വരെ എവീന കാലൊക്കെ ആയോ എനിക്കറിയില്ല കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ ഒത്തിരി ഷോപ്പ് ചെയ്യാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇനി നമുക്കിനി എന്തൊക്കെ എടുക്കാനുള്ള കൊട വാങ്ങിക്കണം. എനിക്ക് എന്റെ ഫ്രണ്ടിന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം. പിന്നെ എനിക്കൊരു സ്കെച്ച്, എനിക്ക് പൗച്ച് വാങ്ങിക്കണം. ഇവിടെ അത്യാവശ്യം നല്ല സാധനങ്ങൾ. ബട്ട് ഞങ്ങളൊക്കെ ഇപ്പോൾ ബഡ്ജറ്റ് വെച്ചും ഒരു പ്ലാൻ ചെയ്ത് വന്നുകൊണ്ട് നമുക്ക് അത് കൂടുതൽ പോകാൻ പറ്റത്തില്ല. സോ ഇനി നമുക്ക് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിലേക്ക് പോകാം. റൈറ്റ് എവീന, ബാ നമുക്ക് പോകാം. Oh my god. Evina. This is Evina. Okay, Evina Raj. Bro, ഞങ്ങൾക്ക് ഉണ്ട് already. Wow, so fucking small. അടപ്പ. Okay, sorry. Crystal heart. ബൈ. ഇവിടെ ഇപ്പൊ പെട്ടെന്ന് ഒരു ഓഫർ അനൗൺസ് ചെയ്തു. 10 മിനിറ്റില് ഇവിടെ ലഞ്ച് ബോക്സസ് എടുക്കുന്ന എല്ലാവർക്കും ഹാഫ് പ്രൈസിലേക്ക് കിട്ടും. ഞാൻ വാങ്ങിക്കാൻ പോവാണ്. ഇത് കണ്ടിട്ട് ഗൈസ്, ഇവിടെ ആ ഓഫർ പറഞ്ഞ ശേഷം പെട്ടെന്ന് അല്ലറ ചില്ലറ കലപിലകൾ, മൊത്തം സ്റ്റീൽ ക്ലാറ്ററിങ്ങിന്റെ സൗണ്ടാണ് ഗൈസ്. ഇതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞ മെറ്റലിട്ടടിക്കണത്. എല്ലാവരും മെറ്റൽ കിടന്ന് ഇരുന്ന് അവിടെ എടുക്കുന്നു. അപ്പോൾ ഗൈസ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്നിടത്ത് നല്ല പോലെ മെറ്റൽ, അതായത് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഓഫർ കയറി വന്നു. അതായത് 10 മിനിറ്റിനുള്ളിൽ എന്ത് സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സസ് ഇട്ടാലും ഫ്രീ ആയിട്ട് 50% പകുതി % ഓഫർ ഉണ്ട്. അപ്പോൾ എന്താ, എല്ലാവരും ഫസ്റ്റ് ഫ്ലോറിലായിട്ടത്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വന്നിട്ട് എടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ, ഈ മെറ്റൽ ആയതുകൊണ്ട് സ്റ്റീലായതുകൊണ്ട് അത് അങ്ങോട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല സൗണ്ടല്ലേ ഇടാം. അത് അവിടെ ഞങ്ങൾ പറയണ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ക്വൈറ്റ് ഉള്ള ഏരിയയിലേക്ക് വന്നത്. ഇവിടെയാണെങ്കിൽ നല്ല ക്യൂട്ട് ചാർസ് ഒക്കെ കണ്ടു. എന്നിട്ട് ഇവിടെ ജാർസ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ സാധനങ്ങളാണ്. ഭരണി, സെറ്റ് ഗ്ലാസ് സ്റ്റോറേജ്
നല്ല രസമാണ്. ഇവിടെ ഒന്നുമില്ല, ഇവിടെ സൗണ്ടേ ഇല്ല. അപ്പോൾ നല്ല സുഖമാണ് സംസാരിക്കാനും എല്ലാം. നമുക്കിത് സ്പൈസസ് ഇട്ടേക്കാനുണ്ട്. ടീ, കോഫി, ഷുഗർ, സംതിങ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ അവർ ബിൽ പേ ചെയ്യാൻ നിൽക്കുവാണ്. എല്ലാം പെട്ടെന്ന് സഡനായിരുന്നു. ഞങ്ങൾ ഭയങ്കര കോമൻ ക്വൈറ്റായിട്ട് നിന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടി മുളച്ചു ശബ്ദങ്ങൾ. ഞങ്ങൾ താൽക്കാലികമായിട്ട് ബുക്ക് എടുത്തിട്ടുണ്ട്. എനിക്കും ഔട്ടിക്കും വേണ്ട ബുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് എനിക്ക് പൗച്ച് നോക്കണം. പൗച്ച് ഉണ്ടെങ്കിൽ പൗച്ച് എടുക്കണം. സക്സസ്ഫുള്ളി കളക്റ്റഡ് 2 പാത്രം. യെസ്. ഇനി മുതൽ കോളേജിൽ ഞാൻ ലഞ്ച് കൊണ്ടുപോകുന്നതായിരിക്കും. ഇത്ര നാൾ ഞാൻ ഹോസ്റ്റലിൽ പോയി തിന്നായിരുന്നു ചെയ്യാറ്. ബട്ട് ഇനി മുതൽ ലഞ്ച് പുതിയ പാത്രം കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ഇവിടെ നല്ല സെറാമിക് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഏതെങ്കിലും വന്ന് വാങ്ങുക, നമ്മൾ വാങ്ങുന്നില്ല. യെസ്. ഇവിടുന്ന് ഞങ്ങൾ ബുക്ക് വാങ്ങിച്ചു. പിന്നെ ആണെങ്കിൽ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചു. എനിക്കിനി പൗച്ച് വാങ്ങിക്കണം, കുട വാങ്ങിക്കണം, എവറിത്തിങ്. Guys, full of cute items. Guys, look at this. Full of cute. Guys, 410 രൂപ എങ്ങാണ്ടാണ് അതിന്. ഗൈസ് ലുക്ക്, എടി ഇതൊക്കെ ഞങ്ങളുടെ കാലത്തൊന്നും ഇല്ലായിരുന്നു. ഇപ്പം വേണമെങ്കിൽ വാങ്ങിക്കാം, പക്ഷെ കുട്ടിപ്പിള്ള എന്ന് പറയും. ഡിസ്ട്രക്ഷൻ. ഗൈസ് ഇങ്ങനെ വീലൊക്കെ ഇട്ടിങ്ങനെ ഉരഞ്ഞു പോകും. ഗൈസ് നോക്കൂ, നമുക്ക് ഒരു സൈഡിൽ ജ്യൂസ്, ഒരു സൈഡിൽ ഇതായിട്ട് അല്ലാതെ പാർട്ടിഷൻ നൈസ് നൈസ് ഗൈസ്. എനിക്ക് ക്യൂട്ട് പൗച്ചാ വേണ്ട, പക്ഷെ ഇവിടെ ക്യൂട്ട് പൗച്ചസ് ഒന്നുമില്ല. ജസ്റ്റ് ക്യൂട്ട്. ഗൈസ് ഇവിടെ ഭയങ്കര തിരക്കാണ്. ലൈക്ക് വിചാരിക്കണേക്കാളും തിരക്കുണ്ട്. അങ്ങനെ ഫൈനലി പൗച്ചെടുത്തു. അയ്യോ ഇതല്ലേ നല്ല പിന്നെ ഇതെൻ്റെ, ഇത് മിക്കവാറും വാവുട്ടിയുടെ. ഞങ്ങൾ കളർ ചേഞ്ചാണ് എടുത്തത്. ഇനി ബാക്കി പൂച്ചിനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു, സുഖിപ്പിക്കുന്നു. എടുക്കാൻ എന്താണ് ഇതിന് വേണ്ടത് നിനക്ക്? കത്രിക. കത്രികയ്ക്ക് വേണ്ടി സുഖിപ്പിക്കില്ലേ? വീട്ടിൽ 2 കത്രികയാണ്. കുട തപ്പുക. ഇതെന്ത് കളറാ? അത് കൂട്ട് വേണ്ട. അങ്ങനത്തെ വൈബ്രന്റ് കളേഴ്സ് മാത്രമേ ഉള്ളൂ. അന്നമ്മയുടെ എസ്തെറ്റിക് ക്യൂട്ട് തിങ്സ് ഒന്നും ഇവിടെ ഇല്ല. എനിക്ക് ആദ്യം എടുത്ത ബ്രൗൺ ഇഷ്ടപ്പെട്ടു. ആ ബ്രൗണിന് എത്രയാണാവോ? ക്യൂട്ട് സാധനങ്ങൾ ഗൈസ്, ക്യൂട്ട് സെറ്റുകൾ ഗൈസ്, ക്യൂട്ട് സമ്മേഴ്സ് എല്ലാം ഉണ്ട്. പണ്ടത്തെ ഞങ്ങളുടെ ഡ്രീം ആയിരുന്നു ഇതൊക്കെ. അത് വേണോ? പ്രീറ്റിന്ന് ഇപ്പൊ പറയും. പ്രീറ്റിയില്ലേ? വഴക്കിലാണ്. അത് വേണ്ട, നിന്റെ വൈബിന് ചെയ്തില്ല. ലൈക്ക് സംഭവം നല്ലതാ, ബട്ട് നമുക്ക് അടുത്ത വീണ ഇങ്ങനത്തെ വേണം. വീണ വേണ്ടല്ലോ, അത് എനിക്കിഷ്ടമല്ല. തുണിയുടെ വേണ്ട. അമ്മയുടെ പാത്രം 350 രൂപയ്ക്ക് പാത്രം കിട്ടി. 2 പാത്രം 350 രൂപയ്ക്ക്. നല്ല സ്റ്റിച്ച്. ഗൈസ് നൈസ്. ജൂട്ടിന്റെ ബാഗ്, നല്ല ലേസ്. രണ്ട് ബുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ബുക്ക് ചോദിച്ചാൽ എനിക്ക് 3 മതിയല്ലോ. LKG പഠിക്കുന്ന കൊച്ച ഫ്രൂട്ട്സിന്റെ പേര് പിടിക്കാൻ പോണേ. LKG പഠിക്കുന്ന കൊച്ചിന് ജോമെട്രി ബോക്സിൻ്റെ അകത്തുള്ള സാധനങ്ങളില്ല, അതുകൊണ്ട് അതും വാങ്ങിക്കേണ്ടി വന്നു. ഞാൻ കുപ്പി നോക്കി നടക്കുകയാണ് കേസ്. എനിക്ക് കുപ്പി കിട്ടിയില്ല. നിങ്ങൾ ഇതെടുത്താലോ? സൂപ്പർ അല്ലേ? അവക്കാഡോ കളർ. റൈറ്റ് എത്ര? 49 rupees ഉള്ളി. റൈറ്റ്, പക്ഷെ പ്ലാസ്റ്റിക് അൺഹൈജീനിക്. റൈറ്റ്, സോ ഞാൻ വാങ്ങിക്കില്ല. ബട്ട് വൗട്ടി വാങ്ങിച്ചു. വാവേ, ഇങ്ങനെ നിങ്ങൾ സ്കൂളിലേക്ക് പോയാലോ? മൂടുമില്ല സ്കൂളിൽ പോകുന്നത്, അതുകൊണ്ടല്ലേ കടന്തല് കുത്തിയതുപോലെ മുഖം. ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് യു ആർ ഓൾ ടയേർഡ്. കുറേ നേരമായി.
രാത്രിയായി. എപ്പോൾ കയറിയതാ, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഷീസ് ഹംഗ്രി. സ്നാക്സ് ആണ്. പഠിക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഇരിക്കും, വിശന്നിരിക്കാൻ ജങ്ക് ഫുഡ് കഴിക്കാൻ പാടില്ല ഗൈസ്. ആരും ഇതൊന്നും കണ്ടുപിടിക്കരുത്. ആർട്ടിസ്റ്റിക് സ്കിൽ കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് ആർട്ട് സപ്ലൈസ്. ആക്ച്വലി അതെൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനാ. ബട്ട് അവളങ്ങനെ പലതും പറയും. ആൻഡ്രോസിന് ഗിഫ്റ്റ് കൊടുക്കാൻ 2ാം ക്ലാസ്സിലത്തെ ഓർമ്മ വരുന്നത് സ്ക്രാപ്പ് ബുക്കിന് വേണ്ടിയിട്ട് ഗ്ലൂ ഉണ്ടാക്കും. ഇതെൻ്റെ ജേർണലിന് വേണ്ടിയുള്ളതാണ് ഗൈസ്. ഇനിയെങ്കിലും ആ ജേർണലൊന്ന് പൊടി പിടിക്കാണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി ഞാൻ വാങ്ങിച്ച ഫെവി സ്റ്റിക്ക്. എന്നിട്ട് നമ്മൾ ഒരു കടയിൽ കയറി, ആ കടയിലൊന്നും കിട്ടിയില്ല. സോ നമ്മളിനി അടുത്ത കടയിലേക്ക് പോകണം. നടന്നല്ല, വണ്ടിക്കൊരു അവർ കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ട്, അത് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. ഞങ്ങൾ സ്റ്റേഷനറി സ്റ്റഫ് നോക്കി പോയതാണ്. ബട്ട് ലാസ്റ്റ് ബെഡ്ഷീറ്റും വാങ്ങിച്ചു വന്നു. ഇനി വേറെ കടയിൽ പോയിട്ട് അവിടെ നോക്കി വാങ്ങിച്ചുകൊണ്ട് വേണം പോവാൻ. ഇപ്പം അമ്മ ബില്ലടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഈ പാലം ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് ഓർത്ത് വന്ന് നടക്കുവാണ്. ഇവിടെ പുഴയുണ്ട്, തൊട്ടപ്പുറത്ത് പാർക്കുണ്ട്, അവിടെ ജിമ്മൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് അറിയണത്. എനിക്കറിഞ്ഞൂടാ, അല്ല എനിക്കറിയാം. നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ. ഇതാണ് ഗൈസ് തൊടുപുഴ പാലം, walkway, and this is the river. പാലം, പുഴ, ഇതാണ് പണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി എപ്പോഴും കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഞങ്ങൾ വലിയതായല്ലോ. ഇത് നല്ല രസമുണ്ട്, കണ്ടിട്ട് ചാടാൻ തോന്നുന്നു അല്ലേ മാവേ? ഇറ്റ്സ് സോ പ്രിറ്റി. ഇതിൽ ഇങ്ങനെ ഓട്ടയൊക്കെ ഉണ്ട്. ഇങ്ങനെ ചവിട്ടുമ്പോൾ ഇങ്ങനെ പ്ലങ് 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 എന്ന് കേൾക്കും. അത് നമുക്ക് പേടിയാകും. പേടിയുണ്ടോ വാവേ? അമ്മ വിളിക്കണേന് മുന്നേ നമുക്ക് പോകണം. അതിൽ സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്കിലും സൺ ബ്ലൈൻഡഡ് ആയി എൻ്റെ ഫോൺ. കുറേ നേരം എല്ലാം ഓക്കെ. ആളുകളെല്ലാം വീടായിട്ട് നോക്കുന്നുണ്ടോ വാവേ? ചെറുതായിട്ട്. ചെറിയ തരികട വ്ളോഗേഴ്സ് ഇങ്ങനോ. സൺകിസ്റ്റ് ആയിട്ട് നല്ല രസമുണ്ട്. ഞങ്ങളെ തന്നെ കണ്ടോണ്ടിരിക്കും. ഇപ്പൊ ഒന്നും കാണാൻ പറ്റുമോ? വീഡിയോയും കിട്ടില്ല. എന്നെ അതെനിക്ക് തിരിച്ച് കാണിക്കാൻ പറ്റില്ല ഗൈസ്. ആ ടെക്നോളജി ഒന്നും എൻ്റെ ഫോണിലില്ല. സോ ആ ടെക്നോളജി ഉള്ളൊരു ഫോൺ അത് ഞാൻ വാങ്ങിക്കും. അല്ല ബാബേ? അതെ അതെ, ബാബ ഇസ് വെരി കെയർഫുൾ. വേറെ ബസ്സും വണ്ടിയൊക്കെ പോകണം. നമ്മൾ പറഞ്ഞൊന്നും കേൾക്കാൻ പറ്റുള്ളതെന്നാണ് എൻ്റെ നല്ല വിശ്വാസം എനിക്കുണ്ട്. പിന്നെ ആ കാണുന്ന പാർക്കില്ലേ, ആ പാർക്കിൽ വേണം നമുക്ക് പോവായിരുന്നു. 10 രൂപ എൻ്റെ ഇല്ല. വേണമെങ്കിൽ ചീപ്പ് ചെയ്യാം. ഐ ഹാവ് മണി ഇൻ മൈ അക്കൗണ്ട് യുനോ. ആ കൊച്ചിനെ കാണാൻ കുഞ്ഞിനെപ്പോലെ ഉണ്ടായിരുന്നു. എനിവേസ് ദാറ്റ്സ് ഓൾ. ഇനി നമ്മൾ അടുത്ത കടയിൽ ചെന്നിട്ട് കാണാം. ബൈ ബൈ. അമ്മ ഞങ്ങളവിടെ കാത്തു നിൽക്കുകയാണ്. അന്നമ്മ ഗൈസ്, ഞങ്ങളിപ്പോൾ ബ്യൂട്ടി സെക്ഷനിലാണ്. എന്തിനാന്ന് ബാക്ക് ടു സ്കൂൾ ഷോപ്പിന്. പക്ഷേ ചെയ്യണെന്തോ വേറെ എന്തൊക്കെയോ. നല്ല വെള്ളം ഇങ്ങനെ കിടക്കണേ. എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. അത് രസമുണ്ട്, പക്ഷെ ഭയങ്കര കുറേ ഉണ്ടോ. സിമ്പിൾ നോക്കി വെള്ളം. Guys, സിത്താരയുടെ വോയിസ് in the song. So ഇതുവരെ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എന്താണോ അമ്മയ്ക്ക് ഡെയിലി വേറെ ഒരു ബ്രേസ്ലെറ്റ് വേണം. അത് കിട്ടുന്നില്ല.
ചെരുപ്പ് നോക്കുക. ചെരുപ്പ് ഡെയിലി വെയർ ചെരുപ്പുകൾ. വണ്ടി ക്രിസ്റ്റലിലല്ല പാർക്ക് ചെയ്തേക്കണം, കാരണം ഇവിടെ നല്ല തിരക്കുള്ളത് കൊണ്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് നിന്ന് പാർക്ക് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ. സോ ഇപ്പോൾ ഞങ്ങൾ അവിടേക്ക് നടക്കുക. നല്ല ബ്ലോക്കാണ്, ആരൊക്കെ പിടിച്ച് ഞങ്ങൾ റോട്ടിൽ കൂടെ നടക്കുന്നു. റോഡിൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, ബട്ട് സ്റ്റിൽ ഞാൻ വ്ലോഗ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. അമ്മേ ഇപ്പം എൻ്റെ സ്കൂട്ടർ വന്ന് ഇടിച്ചേനെ. ഗൈസ് നല്ല തിരക്കും ബ്ലോക്കുമാണ്. ഇവിടുന്ന് ഞാൻ നോക്കി കടന്നില്ലെങ്കിൽ എനിക്ക് ചാവും ഞാൻ. അമ്മ ഇപ്പം എന്നെ തെറി പറയും. ഞങ്ങൾ എത്തി, അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് എത്തി. സക്സസ്ഫുള്ളി ക്രോസ് ചെയ്ത് ഗൈസ്. ഐ ഹേറ്റ് ബ്ലോക്സ്. ഓക്കെ, ഇപ്പം ഞങ്ങൾ കടന്നത് നോക്കിയിട്ട് വണ്ടി ഒട്ടും തിരക്കില്ല. ഞങ്ങളിങ്ങനെ പാക്കായിട്ടായിരുന്നു ഞങ്ങൾ കടക്കേണ്ടി വന്നത്. അപ്പോൾ ഞങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എനിക്ക് ഒന്ന് ഫുഡ് കഴിക്കാനായിരിക്കും പോകണം, കാരണം നല്ല വിശക്കുന്നുണ്ടല്ലോ പോലെ. ഞങ്ങൾ പോയിട്ട് മന്തി കഴിച്ചിട്ട് വരാം. എന്തെങ്കിലും നല്ല ഹെവി ആയിട്ട് ഞാൻ കഴിക്കാമല്ലോ, കാരണം വിശക്കുമല്ലേ എന്തായാലും. പിന്നെ ഇന്നും കൊണ്ട് ഞങ്ങളുടെ സമ്മർ വെക്കേഷൻ തീരുകയാണ്. ഇനി നെക്സ്റ്റ് ഒരു സമ്മർ വെക്കേഷൻ വരുന്നത് 2026 ആൻഡ് നാളെ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. എനിക്ക് തുറക്കുന്നില്ല, കാരണം ഞാൻ 10 കഴിഞ്ഞിട്ടുണ്ടല്ലോ. 10 കഴിഞ്ഞാൽ ഒരു മന്തും കൂടെ ഫ്രീ ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് അഡ്മിഷനെല്ലാം എടുക്കണം. എനിക്കാണെങ്കിൽ ബുക്ക് മാത്രം എടുത്തിട്ടുള്ള, വേറൊന്നും എടുത്തില്ല, കുടയൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഇനി കുറച്ചും കൂടെ വാങ്ങിച്ചു തീർക്കാനുണ്ട്, അത് എപ്പോഴേലും വാങ്ങിക്കാം. ഞങ്ങൾ അങ്ങനെ പയ്യനിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. നല്ലപോലെ വിശക്കുന്നുണ്ട്. ഞങ്ങളുടെ ഓർഡർ എടുക്കാൻ വരുന്നു. വിശക്കുന്നു. ഓർഡർ സക്സസ്ഫുള്ളി റൈറ്റ്. ഇവളുടെ ബാക്ക് ടു ഷോപ്പിംഗ് വീഡിയോ, പക്ഷെ ഇവളെ കാണാനില്ല, അതെനിക്കറിയാം. ബട്ട് ഇവളെ ചത്ത് കുത്തിയിരിക്കുക. അവളുടെ സ്കൂൾ തുറക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് വീട്ടിലിരുന്നാൽ മതി. ഈ പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞ് മെയ് പതുക്കെ പോകുന്നത്, പക്ഷെ മെയ് ഒരു ഏറ്റവും പെട്ടെന്ന് പോയി. ശരിക്കും മെയ് സാധാരണ ലാസ്റ്റ് ഇയർക്ക് മെയ് ഭയങ്കര പതുക്കെ പോയി. സംതിങ് ഓക്കെ. ആക്ച്വലി ജീവൻ ജുവാനും ഞങ്ങളൊപ്പം തന്നെ തൊടുപുഴയ്ക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടാ നമ്മൾ ചുമ്മാ ക്യാഷ് മീറ്റ് ഇപ്പം എവിടെയെങ്കിലും കണ്ടുപിടിക്കില്ല. ഇനി ലൈക്ക് ഞാൻ വെച്ചിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവർ വരണം. അപ്പോൾ നമ്മളെ ജീവയുടെ എപ്പോഴും ഹായ് ഗായ്സ് നമ്മൾ സൗണ്ട് കേൾക്കും ഞാൻ വിചാരിച്ചു. ബട്ട് അത് ഇനി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഓരോ പ്രശ്നം പോകുമ്പോഴും എല്ലാം പറയാം, ഇടി അവരാന്ന് തോന്നുന്നു, പക്ഷെ അവരാന്ന് തോന്നുന്നു. ഞങ്ങൾ വന്ന കടയിൽ ഒരു ഡ്രസ്സ് ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് അവിടെ എഴുതിയിട്ട്, പിന്നെ നമ്പർ പ്ലേറ്റ് നോക്കിയപ്പോഴാണ് അത് എല്ലാം അവിടെ എഴുതാൻ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം കൂടി അവസാനിച്ചിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. വയറ് നിറഞ്ഞു, ടമ്മി ഫുൾ. എനിക്ക് ആക്ച്വലി ടോയ്ലറ്റിൽ പോകണമെന്നുണ്ട്, ബട്ട് നോ വേ.
സോ ടമ്മി ഫുൾ ബാഗ്സ് ഫുൾ ഇനി സ്ട്രെയിറ്റ് വീട്ടിലോട്ട് പോവാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വ്ലോഗ്. ഞങ്ങൾ വീട്ടിൽ പോട്ടോ. ബൈ ബൈ. ലൈക്ക് അതുകൊണ്ട് നമ്മുടെ എപ്പോഴത്തെയും പ്രത്യേകിച്ച് എപ്പോഴും ഉള്ളൊരു കമൻറ്റായ അല്ലെങ്കിൽ ചിലപ്പോൾ ആയ വെയിറ്റ് ഗൈസ്. So guys, like, share and subscribe and click the bell icon. നമ്മുടെ സ്ഥിരമല്ല ലൈക്ക് യൂട്യൂബേഴ്സിന്റെ സ്ഥിരം ഡയലോഗ്സ് ഉള്ള അതൊക്കെ ട്രേഡ് മാർക്ക് ഡയലോഗ് ഒക്കെ എപ്പോഴും വേണമല്ലോ. അയ്യോ വഴികൾ. അയ്യോ സോറി, കാർ മാറിപ്പോയി. ഓക്കെ, ബൈ ബൈ.